നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പാൽപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് കാസർ അരി ഉണ്ടാവും. ഇതിനെ ഒരു പാത്രത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഞാനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഉണക്കരി ഇല്ലാതെ കൊണ്ട് ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തത്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ലിറ്റർ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ച് ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നാലും ഇത് തിളച്ച് മറിയില്ല നെയ്യ് ചേർത്താൽ. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് 1 വിസിലിന് എടുത്താൽ മതി. ഇനി സ്റ്റൗ കത്തിക്കട്ടെ. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരി വെന്തോന്ന് നോക്കാം. അരി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം വെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ 1 ഗ്ലാസ് അരിക്ക് 3 ലിറ്റർ പാലാണ് മേടിച്ചിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം വറ്റുന്നതിനനുസരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുക്കറിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, വെന്തൊടയാനും പാടില്ല, എന്നാലും പാകത്തിന് വേവാൻ പോകണം. ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ട്. അത്ര വേണ്ടി വരില്ല, നമുക്ക് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കുറുകി വരട്ടെ. പഞ്ചസാര ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോ പഞ്ചസാരയിൽ നിന്ന് ഇത്ര ബാക്കിയുണ്ട്. അത് നമുക്ക് മധുരത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ള പാലും കൂടി ഞാൻ ചേർക്കാൻ പോകുന്നു. ഇതിനി നല്ലോണം കുറുകി വരട്ടെ. ഇത് അടിയിൽ പിടിക്കാതെ നോക്കണം. നമ്മൾ കുറച്ച് നല്ല കട്ടിയുള്ള കയ്യിൽ തന്നെ എടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിന് നല്ലോണം കുറുകി വരട്ടെ. അങ്ങനെ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര എടുത്തതിൽ 1 കപ്പ് പഞ്ചസാര ബാക്കിയുണ്ട്. ആവശ്യത്തിനുള്ള മധുരമുണ്ട് പായസത്തിന്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. മുന്തിരി നല്ലോണം കഴുകണം. അങ്ങനെ കഴുകി വെച്ച മുന്തിരിയായത്. അങ്ങനെ ഏലക്ക തോടടക്കം ഇടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കഴുകണം. ഞാൻ വേനൽക്കാലത്ത് തന്നെ അത് ഉണക്കി വെച്ചതാണ്. അപ്പോൾ അതിലെല്ലാം നല്ലോണം മരുന്നെല്ലാം അടിച്ചിട്ട് വരുന്നതല്ലേ, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇതൊന്ന് ആയി വരട്ടെ. ആയിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പായസം വെക്കുമ്പം ഈ പാൽ ഉപയോഗിക്കുമ്പോൾ കുറുക്കി കൊണ്ടുവരണം. അപ്പോഴാണ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് അതൊന്നും ഞാനിതിൽ ചേർക്കില്ല. അങ്ങനെ പായസം റെഡിയായി. ഇതേപോലെ ഒന്ന് എല്ലാവരും വെച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.